എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. കുറേ കാലമായി ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ള സത്യം തുറന്നു പറയുകയാണെങ്കിൽ മടിയായിരുന്നു. ഒരു പ്രയോജനവുമില്ലാത്ത കാര്യം തുടർച്ചയായിട്ട് ചെയ്തു വരുമ്പോഴത്തേക്കിന് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിന് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമായി മടി എന്ന് പറയുന്നത്. മടിയായിരുന്നു പ്രധാന കാരണം. പിന്നെ സബ്ജക്റ്റ് ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, ഒത്തിരി സബ്ജക്റ്റ് ഉണ്ട് സോളാറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. പിന്നെ ടെക്നിക്കൽ വീഡിയോസ് ആകുമ്പോഴത്തേക്കിന് ഇത് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തു വന്നാലും ഒരു 3-4 ദിവസമെങ്കിലും എടുക്കും. പല ടേക്ക് എടുത്ത് എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട്. അതുമൊക്കെ ഒരു ഘടകമായിരുന്നു, അതുകൊണ്ട് ആണ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇപ്പോൾ നമുക്ക് ഗ്രിഡ് ഐ സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട് പല സംശയങ്ങളും ആൾക്കാരുടെ മനസ്സിലുണ്ട്. അതിനെ ഉത്തേജിപ്പിക്കത്തക്ക രീതിയിൽ ഒട്ടനവധി വീഡിയോസ് പുറത്തു വരുന്നുമുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, KSEBയുടെ പോളിസീസ് എപ്പോൾ വേണേലും മാറാം. നമ്മൾ ആ പോളിസീസ് നമുക്ക് അനുകൂലമായി വരുന്ന സമയത്ത് നമ്മളിതൊക്കെ ചെയ്യാനായിട്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഏകദേശം 1.5 വർഷം മുമ്പ് ഈ ഗ്രോസ് മീറ്ററിംഗ് സംവിധാനത്തെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഗ്രോസ് മീറ്ററിംഗ് സംവിധാനം ഇന്നല്ലെങ്കിൽ നാളെ വന്നേ മതിയാകൂ. കാരണം KSEBക്ക് നഷ്ടത്തിൽ നിന്നും കരകയറുവാനുള്ള ഒരു മാർഗമാണ് അത്. അപ്പോൾ അതുകൊണ്ട് അത് വന്നേ മതിയാകൂ. ഗവൺമെൻറ് പോളിസീസ് മാറുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്രോസ് മീറ്ററിംഗ് വരും എന്ന് ഉള്ളതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം സ്ഥാപിക്കാതിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഗ്രിഡ് ഐ സിസ്റ്റം ചെയ്താൽ തന്നെയും നമുക്കൊരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഗ്രോസ് മീറ്ററിംഗ് വരുന്നതെങ്കിൽ ആ സമയത്ത് അതിനെ ഓഫ് ഗ്രിഡിലേക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് വലിയൊരു നഷ്ടത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോണത് നിലവിലുള്ള KSEBയുടെ ബില്ലിംഗ് രീതികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലായിരിക്കും KSEB ബിൽ തുക കൂടുതലായി വരിക എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും റിനൻസ് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. ഇന്ന് നമ്മുടെ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ 2 കസ്റ്റമേഴ്സിൻ്റെ കഴിഞ്ഞ മാസത്തെ ബില്ലാണ്. അതിൽ ഒരു കസ്റ്റമർ ഒരു 5 കിലോവാട്ട് ഗ്രിഡ് ഐ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അത് 2021 കമ്മീഷൻ ചെയ്തതാണ്. മറ്റൊരു ക്ലയൻറ്റ് റീസെൻ്റായിട്ട് ഒരു 4 kVA ഹൈബ്രിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇവരുടെ 2 പേരുടെയും ബില്ലെടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ആ ബില്ലൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് 5 കിലോവാട്ട് ഗ്രിഡ് ഐ സിസ്റ്റം ചെയ്തിരിക്കുന്നതിൻ്റെ ബില്ല്. നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം ജനറേഷൻ മീറ്റർ കാണാം. അത് നമ്മുടെ സോളാർ മീറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് അവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കാണാവുന്ന പോലെ 787 യൂണിറ്റാണ് കഴിഞ്ഞ മാസം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഇത് മെയിൻ മീറ്റർ, നെറ്റ് മീറ്ററിൻ്റെ റീഡിംഗ് ആണ്. അതുകൂടാതെ താഴെ ഇമ്പോർട്ടും എക്സ്പോർട്ടും 2ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇമ്പോർട്ടായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന 863 യൂണിറ്റും നമ്മുടെ എക്സ്പോർട്ടായിട്ട് 787 യൂണിറ്റുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കിനി ചെറിയ ചില കാൽക്കുലേഷൻസിൻ്റെ ആവശ്യമുണ്ട്. കണ്ടോ, ജനറേഷൻ ഡ്യൂട്ടി ആയിട്ടൊരു 118 രൂപ 5 പൈസ വന്നിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ പെർ യൂണിറ്റ് 15 പൈസ വെച്ചാണ് KSEB പുതിയ നിയമപ്രകാരം ചാർജ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ 118 രൂപ 5 പൈസ വന്നു. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു അഡീഷണൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 863 യൂണിറ്റിൽ നിന്നും 787 യൂണിറ്റ് കുറച്ചിട്ട് എത്രയാണോ വന്നിരിക്കുന്നത്, ആ വന്നിരിക്കുന്ന തുക
KSEB നിലവിലുള്ള താരിഫ് പ്രകാരം ചാർജ് ചെയ്യും. അതായത് 76 യൂണിറ്റാണ് വന്നിരിക്കുന്നത്. ഈ 76 യൂണിറ്റിന് നമുക്ക് അഡീഷണൽ കൺസംഷൻ ഉള്ളതുകൊണ്ട് ഈ 76 യൂണിറ്റിനുള്ള എനർജി ചാർജസ് നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ഉണ്ട്, അത് ഏകദേശം ഒരു 3.5 രൂപ വെച്ച് അതിന് ചാർജ് വന്നിട്ടുണ്ട്, 266. അപ്പം മനസ്സിലായല്ലോ, നമുക്ക് എനർജി ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വരുന്ന ഒരു തുക അഡീഷണലായിട്ട് വന്നു. ഇനി നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബില്ലൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ 4 kVA ഹൈബ്രിഡ് സിസ്റ്റം ചെയ്തിരിക്കുന്നതിൻ്റെ ബില്ല്. ഈ ബില്ല് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് താഴേക്ക് വരുമ്പോൾ കാണാം, ഇമ്പോർട്ട് 449 യൂണിറ്റും എക്സ്പോർട്ട് 352 യൂണിറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തും ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി വന്നിട്ടുണ്ട്. 449 മൈനസ് 352 എന്ന് വെച്ചാൽ 97 യൂണിറ്റ്. ഈ 97 യൂണിറ്റിൻ്റെ അധിക വൈദ്യുതി ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതും 3.5 രൂപ വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 339. അപ്പം 3.5 രൂപ 370 വരും അത്. അപ്പം 352 രൂപ 85 പൈസ അങ്ങനെ എനർജി ചാർജസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി എന്നും പറഞ്ഞ വന്നിട്ടുണ്ട്. അതാണ് 120 രൂപ. ഈ 120 രൂപ വന്നിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ പെർ യൂണിറ്റിന് 15 പൈസ വെച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 800 യൂണിറ്റാണ്. ഈ 800 ഇൻറ്റു 0.15 നോക്കിയാൽ മതി. ഈ ഒരു തുകയാണ് KSEB ഇപ്രാവശ്യത്തെ ബില്ലിൽ അഡീഷണലായിട്ട് വന്നിരിക്കുന്നത്. ഇനി വേറെ ഒരു വ്യത്യാസം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം കാണാം. ഇതുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ 2024-05 എന്ന് പറയുന്നത്. അതായത് 352 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നു, പക്ഷേ ബാങ്ക് ഓപ്പണിങ് കണ്ടോ 0 ആയിട്ട് നിൽക്കുന്നത് കണ്ടോ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 97 യൂണിറ്റ് കൺസംഷൻ ഉള്ളതിൻ്റെ അവർ ചാർജ് ചെയ്യും. ഇനി തൊട്ട് താഴത്തെ പേജിലേക്ക് പോയാൽ നമുക്ക് കാണാം, 4-ാം മാസം 339 യൂണിറ്റ് അക്കൗണ്ടിലുണ്ടായിരുന്നതാണ്. അത് പക്ഷേ 5-ാം മാസം ആയപ്പോഴത്തേക്കിന് അത് 0 ആയി മാറി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. അതെങ്ങനെ സംഭവിച്ചു? കാരണം ഇത് സെറ്റിൽ ചെയ്യുന്നത് എപ്പോഴും സെപ്റ്റംബർ ടു ഒക്ടോബർ അക്കൗണ്ടിങ് പീരീഡിൽ ബേസ് ചെയ്തായിരുന്നു. പക്ഷേ കേരള സർക്കാർ ഇപ്പോൾ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സെറ്റിൽമെൻറ്റ് പീരീഡ് ഏപ്രിൽ ടു മാർച്ച് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്, ഈ മാർച്ച് ആയപ്പോഴത്തേക്കിന് അല്ല ഏപ്രിൽ ആയപ്പോഴത്തേക്കിന് അതിനെ അവർ സെറ്റ് ഓഫ് ചെയ്ത് 0യിലേക്ക് മാറ്റി. അപ്പം 339 യൂണിറ്റ് നമ്മുടെ ക്രെഡിറ്റിലുണ്ടായിരുന്നത് എന്ത് സംഭവിച്ചു, അതിന് നമുക്ക് KSEB 2 രൂപ 62 പൈസ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് റീഫണ്ട് ചെയ്യും. ഇപ്പം നിലവിലത്തെ ബില്ലിൽ 97 രൂപയ്ക്ക് ഉള്ള എനർജി ചാർജ് നമ്മൾ കൊടുക്കണം. 339ൻ്റെ 2 രൂപ 62 പൈസ വെച്ച് തിരിച്ച് റീഫണ്ട് ചെയ്ത് തരും. അപ്പോൾ ഇതുതന്നെയാണ് ശ്രീലേഖ IPS മാഡത്തിൻ്റെ ബില്ലിലും സംഭവിച്ചിരിക്കുന്നത്. അവർ അത് ഏപ്രിൽ മാസം അവസാനമായപ്പോഴത്തേക്കിനും ബാങ്ക് ബാലൻസ് എന്തുണ്ടോ അതിനെ റീസെറ്റ് ചെയ്തു, 0 ആക്കി. അപ്പോൾ നിലവിലുള്ള കൺസംഷൻ പ്രകാരം അഡീഷണലി കൺസ്യൂം ചെയ്തിരിക്കുന്നതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നു. പിന്നെ നമുക്കിനിയും കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ടൊന്ന് പോയാൽ, ഇത് കഴിഞ്ഞ മാസത്തെ ഒരു 5 കിലോ വാട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നയാളുടെ കഴിഞ്ഞ മാസത്തെ ബില്ലാണ്, കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ മാസത്തെ ബില്ലാണ്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എനർജൈസേഷൻ സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് 7 രൂപ 85 പൈസയുള്ളൂ. ഓക്കെ, നമുക്കൊരു കാൽക്കുലേറ്റർ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ 7 രൂപ 85 പൈസ ഡിവൈഡഡ് ബൈ 655 യൂണിറ്റ് ആയിരുന്നു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എത്ര വരും കണ്ടോ, 0.012 പെർ യൂണിറ്റിനാണ് KSEB ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 0.012
പൈസയായിരുന്നു. അത് മാറിയിട്ടാണ് ഇപ്പോൾ 15 പൈസയാക്കി മാറ്റിയിരിക്കുന്നത്. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ 15 പൈസയേ ഉള്ളൂ. നേരത്തെ 0.012 ആയിരുന്നു, അത് 15 പൈസയായി എന്നുള്ളത്. പക്ഷേ ഈ 15 പൈസ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പഴയതിൻ്റെ എത്ര ശതമാനമാണെന്നൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ആ കാൽക്കുലേഷനിലേക്ക് വരാം. ഇത് കണ്ടോ, 1250% ഇൻക്രിമെൻ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. 0.12 ഇൻറ്റു 1250 കണ്ടോ, 1250 ഇരട്ടി ആണ് 15 പൈസയായിട്ട് വന്നിരിക്കുന്നത്. അതായത് 1250%. 0.12ൻ്റെ 1250%മാണ് 15 പൈസയായിട്ട് വന്നത്. ഈ ഒരു ഇൻക്രിമെൻ്റാണ് അഡീഷണലായിട്ടിപ്പോൾ KSEB ബില്ലിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന്. ഒന്നുകൂടെ നോക്കാം. 12 പൈസയായിരുന്നത് 12.5% 1250% ആകുമ്പോൾ 15 പൈസയാകും. ഓക്കെ, 12.5 എന്ന് പറയുന്നത് 1250% ഉണ്ടോ? ഇപ്പോൾ കണ്ടോ 15 പൈസ ഉണ്ട്. കൃത്യമായ കാൽക്കുലേഷൻ ആയല്ലോ. അതായത് പഴയതുണ്ടായിരുന്ന സെൽഫ് ജനറേഷൻ ഡ്യൂട്ടിയുടെ 1250% KSEB കൂട്ടിയപ്പോഴാണ് 15 പൈസ എത്തിയതും സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി ഇത്രയധികമായതും. ഇത് ചെറിയ ബില്ലുകൾക്കൊന്നും വലിയ കാര്യമായിട്ട് ബാധിക്കത്തില്ല. പക്ഷേ കണ്ടമാനം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിസ്റ്റംസിനൊക്കെ ഇത് നല്ല തുക വരും. ഈ 15 പൈസ കണ്ടില്ലേ? ഇപ്പം നമ്മൾ ഒരു 120 രൂപയോളം സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി വന്ന നമ്മൾ കണ്ടു. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതില്ലെങ്കിൽ ഇത് പൂർണ്ണമാവുകയില്ല. ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഏപ്രിൽ മാസം ആയപ്പോഴത്തേന് KSEB ബാങ്ക് ബാലൻസ് എന്തുണ്ടോ അത് റീസെറ്റ് ചെയ്ത് കളഞ്ഞു, ഇല്ലേ? അപ്പോൾ ഇനി വരും മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താൽ നമ്മുടെ കൺസംഷനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും, അല്ലെങ്കിൽ അഡീഷണൽ എക്സ്പെൻസിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളതും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് KSERC നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻ 2020 അത് 5 ജൂൺ 2020 പബ്ലിഷ് ചെയ്ത ഒരു ഡോക്യുമെൻ്റാണ്. അസാധാരണം എന്ന പേരിൽ കേരള ഗസറ്റ് പബ്ലിഷ് ചെയ്ത് നിങ്ങളുടെ മുൻപിലേക്ക് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ നമുക്ക് 23-ാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത വരും മാസങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് 23-ാമത്തെ പേജിൽ പോയിട്ട് നമുക്കതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം, അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ 22-ാമത്തെ പേജിലെത്തി. 23-ാമത്തെ പേജിൽ ഇതിനകത്ത് കണ്ടോ ജനറൽ കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്, ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഷാൽ പ്രൊവൈഡ് ദ നെറ്റ് മീറ്ററിംഗ് അറേഞ്ച്മെൻറ്റ് to the prosumer who intends to install grid interactive renewable energy systems at his premises on non-discriminatory and first come first served basis within 10 days from the date of സബ്മിഷൻ ഓഫ് ദി ആപ്ലിക്കേഷൻ. ഓക്കെ അത് കഴിഞ്ഞിട്ട് 23-ാമത്തെ പേജിൽ വരുമ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ്. പ്രൊവൈഡഡ് ദാറ്റ് ദി ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് വിത്ത് കണക്റ്റഡ് ലോഡ് അപ് ടു 20 കിലോവാട്ട്, നോക്കുക, അപ് ടു 20 കിലോവാട്ട് ഈസ് പെർമിറ്റഡ് ടു ഇൻസ്റ്റോൾ റിന്യൂവബിൾ എനർജി സിസ്റ്റം ഓഫ് കപ്പാസിറ്റി അപ് ടു 20 കിലോവാട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കണക്റ്റഡ് ലോഡ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കണക്റ്റഡ് ലോഡ്. അതായത് 3 ഫേസ് കണക്ഷനുള്ള ഒരാൾ, അയാൾക്ക് 6 കിലോവാട്ട് അല്ലെങ്കിൽ 8 കിലോവാട്ടേ ഉള്ളൂ കണക്റ്റഡ് ലോഡ് എങ്കിലും KSEB 20 കിലോവാട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അനുമതി കൊടുക്കണമെന്നാണ് ഈ ക്ലോസ് പറയുന്നത്. പക്ഷേ KSEB ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം നിയമത്തിലും റെഗുലേഷനിലും പറയുന്നതൊന്നും KSEB പ്രവർത്തിക്കുന്നതൊന്നും. ഇപ്പോൾ നിങ്ങൾ ഒരു ഫീസിബിലിറ്റി ആപ്ലിക്കേഷന് വേണ്ടി ചെന്ന് കഴിയുമ്പോൾ അവർ പറയും നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് എത്രയാണോ അതിനുള്ളത് മാത്രമേ തരുള്ളൂ എന്ന് പറയും. പക്ഷേ ഈ KSERC റെഗുലേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. 2025 അതിനെന്തെങ്കിലും ഒരു അമെൻഡ്മെൻറ്റ് വരികയുള്ളൂ. അപ്പോൾ അതുവരെയും ഫോളോ ചെയ്യേണ്ട ഈ റൂള് KSEB മനഃപൂർവ്വം മുക്കിയിരിക്കുക, മനസ്സിലായോ?
മുക്കിയിരിക്കാൻ തന്നെ പറയേണ്ടി വരും. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് 5 കിലോ വാട്ടാണ് കണക്റ്റഡ് ലോഡെങ്കിൽ നിങ്ങളുടെ 8 കിലോ വാട്ടാണ് നിങ്ങളുടെ കൺസംഷൻ. ആക്ച്വൽ കണക്റ്റഡ് ലോഡ് 5 കിലോ വാട്ടാണ്, 8 കിലോ വാട്ടായിരിക്കും മിക്കവാറും ഒക്കെ കൺസംഷൻ വരിക എങ്കിൽ നിങ്ങൾ 5 കിലോ വാട്ടേ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യത്തുള്ളൂ. ഒരു കാരണവശാലും നിങ്ങളുടെ പ്രൊഡക്ഷൻ നിങ്ങളുടെ കൺസംഷനെ എക്സീഡ് ചെയ്യില്ല എന്നുള്ള ഒരു ലോജിക് ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് എത്രയാണോ, നിങ്ങളുടെ സോളാർ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി എത്രയാണോ അതിനനുസരിച്ച് റെഡ്യൂസ് ചെയ്യണം. എങ്ങനെ റെഡ്യൂസ് ചെയ്യും? വളരെ ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത മാസത്തേക്ക് നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടാവുകയുള്ളൂ. ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത മാസം നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാത്തിടത്തോളം കാലം എപ്പോഴും നിങ്ങൾ KSEBിക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നിങ്ങളെ വരും മാസങ്ങളിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ നിങ്ങളുടെ കൺസംഷൻ കുറച്ചുകൊണ്ട് കൂട്ടി KSEBിയുടെ ക്രെഡിറ്റിലേക്ക് കൂടുതൽ യൂണിറ്റ്സിനെ കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബില്ല് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമായി. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് മറന്നു പോകരുത്. കാരണം ഇപ്പോൾ 2 വർഷത്തിന് മേളിലായി നമ്മുടെ ചാനൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 10 പൈസയുടെ റിട്ടേൺ പോലും ഇല്ല. നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയാൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രിയ പ്രേക്ഷകരെല്ലാവരും സഹകരിക്കണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.